നമ്മൾ ധ്യാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ധ്യാനത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ചെറിയ നിയോഗങ്ങളൊക്കെ കാണുമായിരിക്കും. മക്കൾക്ക് ഒരു നല്ല കല്യാണം നടക്കണമെന്നുള്ള പ്രാർത്ഥന കാണും, നല്ല ജോലി കിട്ടണമെന്നുള്ള പ്രാർത്ഥന കാണും, മക്കളെ വിദേശത്ത് വിടണമെന്നുള്ള പ്രാർത്ഥന കാണും, അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടണമെന്നുള്ള പ്രാർത്ഥന കാണും. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല ദൈവം അതെല്ലാം സാധിച്ചു തരും. എന്നാൽ ഒരു ധ്യാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മാനസാന്തരമാണ്. നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റമാണ്. മനസ്സുകളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഓരോ ധ്യാനം കൂടുന്തോറും, ദൈവത്തിന്റെ വചനം കുറച്ചുകൂടെ കേൾക്കും തോറും നമ്മുടെ മനസ്സുകൾ കുറച്ചുകൂടെ ദൈവോന്മുഖമായിട്ട് മാറുന്നു. കുറച്ചും കൂടെ സാഹോദര്യത്തിലും സ്നേഹത്തിലും എല്ലാം നമ്മൾ വളരുന്നു. ഇതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റം. ഈ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ മാറണം. കാഴ്ചപ്പാടുകൾ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത്ര നാളും മനസ്സിലാക്കിയിരുന്ന ചില കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും. കണ്ണ് കുറവുള്ളതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്നിലെ വെളിച്ചം തന്നെ അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ ഭയാനകമായിരിക്കും. ഈ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കാണ് കുറ്റമറ്റ കണ്ണുകളുള്ളത്? ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഞാനും കണ്ണാടി വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കർത്താവ് ഉദ്ദേശിക്കുന്നത് കണ്ണിന് കുഴപ്പമുണ്ടായിരിക്കരുത് എന്നുള്ളതാവില്ല. കാരണം കണ്ണിൽ എല്ലാവരുടെയും കണ്ണ് ഒരു പരിവാണ്. പക്ഷേ കർത്താവ് ഉദ്ദേശിക്കുന്നത് നീ കാണുന്ന രീതിയാണ് നിന്റെ ജീവിതത്തിന്റെ പ്രകാശം. നമ്മുടെ ഒരു ഇടവകയിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി എന്നോട് അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിതാവേ, ദൈവം അറിഞ്ഞു തന്നതാ ഈ കോവിഡ്. ഞാൻ ചോദിച്ചു, അതിനടി അങ്ങനെ പറഞ്ഞേ? അതല്ല പിതാവേ, എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാൻ തന്നെ കുറെ ലക്ഷങ്ങൾ അപ്പൻ കടം മേടിച്ചു. ഇനിയിപ്പം വീടും പോലെയും കൂടെ ഒന്ന് പണയം വെച്ചിട്ട് വേണമായിരുന്നു കല്യാണ ചെലവ് നടത്താൻ. പക്ഷെ കോവിഡ് വന്നുകൊണ്ട് സർക്കാർ പറഞ്ഞു 20 പേരെ വിളിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് വീടും പെരയും പണയപ്പെടുത്തേണ്ടി വന്നില്ല. ദൈവത്തിന് സ്തോത്രം. കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയെന്ന് അവിടെ പറയുകയാണ്. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, ഒരു വശത്ത് ജനം ഈ കോവിഡ് വന്നല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോ ഇവളുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. അവിടെ നോക്കിയിട്ട് ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ്, ഒത്തിരി ചെലവ് എല്ലാം മാറി കിട്ടി, സമാധാനമാണ്. ഞാൻ ഓർക്കുന്നു, ആ കാലഘട്ടത്തിലെ കല്യാണ ആശീർവാദങ്ങളിലാണ് ഏറ്റവും മനസമാധാനത്തോടെ നിന്ന് വധുവും വരനും ഒക്കെ ഇന്നു മുതൽ മരണം വരെ പ്രതിജ്ഞയൊക്കെ ചൊല്ലിയത്. കാരണം എന്നാ, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാനില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ സത്യമൊന്നും ഇല്ലല്ലോ. പിന്നെ സമാധാനമായിട്ട് നല്ലൊരു കുർബാനയിൽ പങ്കെടുക്കുക, കൂതാശയൊക്കെ ഒരുക്കത്തോടുകൂടി പങ്കെടുക്കുക, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, ഏറ്റവും ദുഃഖകരമായ കോവിഡ് പോലും ചിലരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി മാറിയെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്. നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട്. ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ അപ്പനോട് ഭയങ്കര അരിശമാണ്, വർഷങ്ങളായിട്ടുള്ള ദേഷ്യമാണ്. പഴയ കുടുംബമാണ് കേട്ടോ, പണ്ടത്തെ കുടുംബമാണ്. നമ്മുടെ 500-ാം സ്റ്റൈൽ ഒരു അപ്പനാണ്. അപ്പനോട് ഭയങ്കര ദേഷ്യം മകന്. കാരണം എന്നാ, അപ്പനെ ഇറക്കി വിട്ടു വീട്ടിൽ 22-ാമത്തെ വയസ്സ്. ഇപ്പോഴത്തെ കുടുംബങ്ങളൊന്നും അത് ഒരിക്കലും സംഭവിക്കില്ല. പണ്ട് കാലമായൊന്നും സംഭവിച്ച ഇറക്കി വിട്ടു. അപ്പോ അതായത് 22 വയസ്സ് വരെ അപ്പനെയും മകനെ പോറ്റി. 22 വയസ്സായിട്ട് ഇവനിങ്ങനെ ഫുഡൊക്കെ അടിച്ച് അമ്മയുടെ സാന്നിധ്യമൊക്കെ പിടിച്ച് എങ്ങനെ 11 മണി വരെ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് ജീവിക്കാനായിട്ടാണ് പ്ലാനെന്ന് കണ്ടപ്പം അപ്പൻ ഒരു ചവിട്ട് കൊടുത്തു, പോയി ഇറങ്ങി പോയി വല്ലോ അധ്വാനിച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ ആ വാശിക്ക് പോയി അധ്വാനിച്ചു, 5 സെന്റ് ഭൂമി മേടിച്ചു, അവനൊരു കൊച്ചു വീട് വെച്ചു, അവൻ പെണ്ണ് കെട്ടി, അവന് പിള്ളേരുണ്ടായി. എല്ലാ ചടങ്ങിലും അമ്മയും മറ്റു സഹോദരങ്ങളെയും വിളിച്ചു കുശാല് ഭക്ഷണവും കൊടുക്കും. അരമണിക്കൂർ അപ്പനെ ചീത്തയും പറയും. അയാൾ ഭയങ്കര ക്രൂരനാണ്, ദുഷ്ടനാണ്. അയാളെന്നെ ഇറക്കി വിട്ടു. അയാൾക്കൊക്കെ മനുഷ്യത്വമുണ്ടോ കണ്ണിച്ചു പറയും. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇയാളുടെ ഈ അപ്പന്റെ ഒരു സുഹൃത്തിനെ ഇയാൾ വഴിവെച്ച് കണ്ട് നമ്മുടെ പതിവ് ചടങ്ങുകൾ, അതായത് ആ അരമണിക്കൂർ കുറ്റമുണ്ടല്ലോ, അപ്പനെ കുറ്റം പറയുകയാണ് അരമണിക്കൂർ. അപ്പനായിട്ട് ശരിയാണോ, നിങ്ങളൊക്കെയല്ലേ കൂട്ടുകാർ, എങ്ങനെ നന്നാവും? അപ്പോ ഈ അപ്പന്റെ കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞു, എടാ അതെ, നിന്നെ അപ്പൻ 22-ാമത്തെ വയസ്സ് ഇറക്കി വിട്ടെന്നല്ലേ ഉള്ളൂ,
നിന്റെ അപ്പന്റെ അപ്പൻ നിന്റെ അപ്പനെ വീട്ടിൽ കേട്ടിട്ട് പോലുമില്ല. അനിയന്റെ തൊട്ട് പുറകെ കൊണ്ടാണ് എനിക്ക് സ്ഥലം എഴുതുന്നത്. വഴി കൃത്യം വെച്ചിട്ടില്ല. നമ്മുടെ പഴയ അച്ചായന്മാരുടെ ഓരോ ഉരുട്ടുകുത്തി ഇങ്ങനെയൊക്കെയാ മക്കള് എങ്ങും പോകരുതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ഇടപാടുണ്ടാക്കി വരും. അപ്പോ ശരിയായിട്ട് ഒരു വഴിയില്ല. അപ്പൊ ഞാൻ പറയാം അതിനിപ്പോ നമുക്ക് ചോദിക്കാമല്ലോ, കാരണം ഇവർ രണ്ടുപേരും എന്റെ വലിയ സുഹൃത്തുക്കള്, നാട്ടിൽ അറിയപ്പെടുന്ന നന്മയുള്ള മനുഷ്യര്, എല്ലാ ദിവസവും വന്ന് കുർബാന സ്വീകരിക്കുന്നത്. ഞാൻ അനിയനെ വിളിച്ചൊരു ദിവസം വിളിച്ചൊരു കാര്യം പറഞ്ഞു, ചേട്ടൻ ഇച്ചിരി സ്ഥലമൊക്കെ കൊടുക്കണ്ടേ, അങ്ങോട്ടൊരു വഴിയൊക്കെ വേണമല്ലോ. അയാൾക്ക് വഴി ഉണ്ടായിരുന്ന വലിയ ഉപകാരമാണ്. കുറച്ചൊരു 3 സ്ഥലം അയാൾ പണം തരും അത് കൊടുത്താൽ മതി. ഉടനെ അനിയൻ പറഞ്ഞു, അച്ഛാ അതിനേക്കാൾ നല്ലൊരു ഐഡിയ ഞാൻ പറയാം. അപ്പൊ ഞാനോർത്ത് സംഭവം നടന്നു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല കാര്യം ഇയാൾ പറയാൻ പോകും. എന്നോട് പറയാം, ചേട്ടനോട് പറ ആ സ്ഥലം കൂടി എനിക്ക് തന്നേക്കാൻ, ഞാൻ വില കൊടുക്കാം, ചേട്ടൻ വേറെ വില കൊടുത്ത് പോയി താമസിച്ചോ. ഈ നസ്രാണിയുടെ മണ്ണിനോടുള്ള ആർത്തി എന്റെ തമ്പുരാനെ എന്നാണോ തീരുന്നത്. അപ്പൊ ഞാൻ ഇയാളോട് ഇത് പറഞ്ഞു. പള്ളു പറഞ്ഞു, ഇല്ല എന്റെ അപ്പൻ എനിക്ക് തന്ന സ്ഥലമാണ്, ഞാനത് വിട്ടുപോകത്തില്ല. ഉടനെ ഞാൻ അനിയനെ വീണ്ടും വിളിച്ചു. അയാൾക്ക് ബുദ്ധിമുട്ടാ, ആ സ്ഥലം ഇച്ചിരി കൊടുത്ത. എന്നാ പിന്നെ ചേട്ടനോട് ഒരു കാര്യം പറയാം, എന്നതാ, ഹെലികോപ്റ്റർ പിടിച്ച് വീട്ടിലോട്ട് ഇറങ്ങിക്കോളാൻ, അതാകുമ്പോൾ വഴി വേണ്ടെന്ന്. ചേട്ടന്മാർ ഫസ്റ്റ് പാർട്ടികളല്ലേ. അതാണ് നമ്മുടെ നസ്രാണികളുടെ ഒരു പ്രശ്നം. നമുക്ക് ഈ മണ്ണ്, സ്ഥലം, 3 അടി ഭയങ്കര ആർത്തി, അത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. കാഴ്ചപ്പാടുകൾ ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നാളെ തീരാനേ ഉള്ളൂ. എന്നോട് പല അച്ഛന്മാരും പറഞ്ഞു, പിതാവിനെ ഞങ്ങൾ ഈ 10-30 വർഷം സഹിക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് 3 പ്രാവശ്യം കോവിഡ് വന്നതാ, അതുകൊണ്ട് ചിലപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റില്ല എന്ന് വരും. അതുകൊണ്ട് കാരണം പെട്ടെന്നാണ് ഇപ്പൊ തീരുമാനമൊക്കെ. നിങ്ങൾ വിഷമിക്കേണ്ട, മനുഷ്യന്റെ കാര്യം അത്രയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ ഇന്ന് കിടന്നുറങ്ങി നാളെ എഴുന്നേൽക്കും ആര് കണ്ടു.